ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മളിന്ന് ഈ ഡ്രാമയുടെ സെക്കൻഡ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കട്ട് ചെയ്താൽ ഹീറോയാണ് കാണിക്കുന്നത്. ഹീറോയുടെ അനിയൻ വന്ന് ഒരു ആമക്കുട്ടിയെ അവന്റെ മുമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട്, ഞാൻ ഇനി ആമയെ വളർത്തുന്ന പ്രശ്നമേ ഇല്ല, എന്ത് പറഞ്ഞാലും ഇത് കേൾക്കുന്നേ ഇല്ല, നിന്നെ പോലെ എപ്പോഴും ഇത് എവിടേക്കെങ്കിലും ഓടിപ്പോകും, ഞാൻ എവിടേക്ക് പോയാണ് ഇതിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതെന്ന് അറിയാമോ, നീ ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയെന്നവൻ പറയും. ഇത് കേട്ടിട്ട് ഹീറോയ്ക്കും മനസ്സിലായി അവൻ എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയാണ് വന്ന് നിൽക്കുന്നതെന്ന്. ശരിക്കും നിനക്ക് എന്താ വേണ്ടത്, എന്താന്ന് വെച്ചാ പറഞ്ഞോ എന്ന് ഹീറോ ചോദിക്കും. അത് പിന്നെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുന്നുണ്ട്, എന്നെ വിടുന്നില്ലെന്നാ അമ്മ പറയുന്നത്, നീ എന്റെ കൂടെ വന്നാ മാത്രം മതി എന്ന് പറഞ്ഞതും, ശരി ഒരു ദിവസത്തേക്ക് എനിക്ക് 800 യാൻ വെച്ച് തന്നാല് ഞാൻ തീർച്ചയായിട്ടും വരാമെന്ന് ഹീറോ പറയാണ്. ശരി എന്ന് ഉടനെ അനിയനും സമ്മതിക്കുന്നുണ്ട്. ഉടനെ അവന്റെ ഫ്രണ്ടും എന്നാ ഞാനും കൂടി വരാമെന്ന് പറഞ്ഞതും, എന്നാ ഒരു 500 യാനും അവനും ഇരിക്കട്ടെ, ഓക്കെ എല്ലാം സമ്മതിക്കാം, എനിക്ക് ഈ ട്രിപ്പിന് പോയാൽ മതി, നാളെ റെഡി ആയിരിക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മയെ എടുത്തുകൊണ്ട് അവൻ പോയി. ഇവിടെ ഹീറോയിന്റെ അച്ഛൻ അവളുടെ റൂമിൽ വന്ന് നോക്കുമ്പോൾ അവളുടെ ഫ്രണ്ട് ചാലഞ്ചസ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. അതിലെ ഏറ്റവും ലാസ്റ്റ് ബോയ് ഫ്രണ്ടിന്റെ കൂടെ സൺറൈസ് കാണണം എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. നേരെ മോളുടെ അടുത്തേക്ക് വന്നിട്ട്, സോയ നിനക്ക് ബോയ് ഫ്രണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാല്, എനിക്കോ ഇല്ലല്ലോ എന്ന് പറയും. പിന്നെന്താ റൂമിൽ അങ്ങനെയൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നേ? അച്ഛാ അത് ഞാനല്ല, ചായയാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞതും, ഓ അങ്ങനെയാണോ എന്ന് അപ്പോഴാണ് അച്ഛന് ശ്വാസം നേരെ വീഴുന്നത്. ഓക്കെ ശരി, ഗ്രാജുവേഷൻ ലീവ് ഒക്കെ അല്ലേ, കുറച്ച് ട്രിപ്സ് ഒക്കെ പോയിട്ട് നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വന്നാൽ എന്താ, പോയിട്ട് വാ എന്ന് അച്ഛൻ പറയുവാണ്. അച്ഛൻ തന്നെയാണോ അതൊക്കെ പറയുന്നേ? നമ്മുടെ കുടുംബത്തിൽ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പ്രശ്നത്തില് ഇങ്ങനെയൊക്കെ പോയിട്ട് വരണോ? 1 രൂപ കിട്ടിയാൽ പോലും അത് സേവ് ചെയ്ത് വെക്കണം, ഫ്യൂച്ചറിൽ നിറയെ ആവശ്യങ്ങൾ വരുമെന്ന് അച്ഛനെ മോള് ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പോ ചായ ഓടി വന്ന് ചെവിയിൽ പറയുന്നുണ്ട്, ഹീറോ ട്രിപ്പിന് പോകുന്നുണ്ട്, നമുക്ക് പറ്റിയ അവസരമാണെന്ന്. ഇത് കേട്ട ഹീറോയിനുടനെ തന്നെ പ്ലേറ്റ് മറിക്കുന്നുണ്ട്. അച്ഛാ എന്നെ വെക്കേഷൻ ട്രിപ്പിന് വിടുന്ന കാര്യം പറഞ്ഞില്ലേ, ചായ പോകുന്നുണ്ട് എന്നെയും വിടണമെന്ന് പറയും. കുറച്ചു മുമ്പ് നീ തന്നെയല്ലേ എന്നെ ക്ലാസ് എടുത്തോണ്ടിരുന്നേ, അതൊക്കെ എവിടെ പോയെന്ന പോലെയാണ് അച്ഛൻ നോക്കുന്നത്. നെക്സ്റ്റ് ഡേ ഹീറോയും ഫ്രണ്ടും ട്രിപ്പിന് റെഡി ആയിട്ട് ഇറങ്ങുമ്പോ വഴിയിൽ ടാനിനെ കാണുന്നുണ്ട്. അവൻ ഇവരെ ഒരുമാതിരി നോക്കിയിട്ടാണ് പോകുന്നത്. ഹീറോ അവനെ നല്ലപോലെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ബസ്സിൽ കയറിയിരുന്നതും, നിനക്ക് ടാനിനെ അറിയോ എന്ന് ഫ്രണ്ടിനോട് ചോദിക്കുവാണ്. വലുതായിട്ടൊന്നും അറിയത്തില്ല, ഹൈസ്കൂളിലെ സെക്കൻഡ് ഇയറില് എന്റെ കൂടെയാണ് അവൻ പഠിച്ചത്. ശരിക്കും പറഞ്ഞ അവനൊരു പ്രത്യേക ക്യാരക്ടറാ, ഡേഞ്ചറസ് ആയ ഒരുത്തനാ. അവനോട് ഒരുത്തൻ വഴക്കുണ്ടാക്കിയതിന് ദേഷ്യത്തില് ഏതോ ഒരു വലിയ രോഗത്തിന്റെ ഫേക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി ആ പയ്യനെ സ്കൂളിൽ നിന്ന് ഓടിച്ചവനാ. അതുകൊണ്ട് ഞാൻ അവനോടൊന്നും മിണ്ടാൻ പോയിട്ടില്ല, ഡേഞ്ചറസ് ആയ പയ്യനാണെന്ന് പറയുവാണ്. ഇത് കേട്ട് ഹീറോയും, കേട്ടെടുത്തോളം മതി, നീ മിണ്ടാതിരിക്കുന്ന ഫ്രണ്ടിനോട് പറയും. കട്ട് ചെയ്താല് ഹീറോയിനെ കാണിച്ചാല്, ഹീറോയ്ക്ക് മുമ്പേ തന്നെ ഹീറോയിൻ അവിടെ വെക്കേഷൻ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു. ഈ ഹോട്ടലിന്റെ ഓണർ അവളുടെ അച്ഛന്റെ ഫ്രണ്ടാണ്. അതുകൊണ്ട് ഇവളെ കണ്ടതും, എന്താ മോളെ നീ ഇവിടെ ബൈക്ക് റൈഡിന് വന്നതാണോ എന്ന് ചോദിക്കും. ബൈക്ക് ഓടിച്ചിട്ടേ 2 വർഷത്തിന് മുകളിലായി. ഓ അപ്പോ വെക്കേഷന് വന്നതാണോ, അതൊക്കെ സീക്രട്ട് മിഷനാ, പറയാൻ പറ്റില്ലെന്ന് പറയും. അപ്പോഴാണ് ഹീറോയുടെ അനിയനും ഫ്രണ്ട്സും അവിടേക്ക് വരുന്നത്. ജിങ്ഷി എന്നാണ് ഹീറോയുടെ അനിയന്റെ പേര്. നോക്ക്, ഈ വെള്ളം കുടിക്കാനേ കൊള്ളത്തില്ല, ഇവിടെ നല്ല വെള്ളമൊന്നും കിട്ടില്ല എന്ന് അവനെന്തോ വലിയ ആൾക്കാരെ പോലെ സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ എല്ലാവരും ഇത് തന്നെയാ കുടിക്കുന്നത്, നിനക്ക് മാത്രം എന്താ സ്പെഷ്യൽ എന്ന് മിസ്റ്റർ ഫു ചോദിക്കും. ഇത് മനുഷ്യന്മാരാരെങ്കിലും കുടിക്കോ? ഞാൻ എന്റെ ചേട്ടനോട് പറയും, നോക്കിക്കോ, നിങ്ങൾ അധികം സംസാരിക്കാൻ നിൽക്കണ്ടെന്ന്. ഇവൻ എപ്പോഴും നോർമലി ഇങ്ങനെയൊക്കെ സംസാരിക്കും. കറക്റ്റ് ഹീറോ വരുന്നുണ്ട്. ഹീറോയിനെ കണ്ടതും ഹീറോ വളരെ ക്ലൂലെസ് ആയിട്ട് നോക്കുന്നത് കണ്ട്, എടാ ബ്രോ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അച്ഛാ എന്തിനാണ് എനിക്ക് തലയ്ക്ക് വെളിവ് തരാതെ കുത്തി ചോദിച്ചുകൊണ്ടിരുന്നതെന്ന്. നമ്മൾ ഇവിടേക്ക് വരുമെന്നറിഞ്ഞ് ഇവൾമാര് പ്ലാൻ ചെയ്ത് ഇവിടേക്ക് വന്നതെന്ന് പറയും. ഈ ഹോട്ടലിന്റെ ഓണർ എന്റെ അച്ഛന്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ രണ്ടുപേരും ചുമ്മാ വെക്കേഷൻസിനൊക്കെ വന്നതാ, നിങ്ങളെവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയേയില്ല. എവിടെ നിന്റെ ഫാമിലിയെ കാണുന്നില്ലല്ലോ, അച്ഛനും അമ്മയൊക്കെ എവിടെയെന്ന് ചോദിച്ചാല്, അച്ഛന്റെയും അമ്മയുടെയും കൂടെ വരാമെന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞതെന്ന് ഹീറോ ചോദിക്കും. അതായത് ചായയോട് ഹീറോയുടെ ഫ്രണ്ട് യാങ്ഷി അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഇവിടെ വെച്ചെങ്കിലും ഹീറോയുടെ അമ്മയെ കാണാമല്ലോ എന്ന് കരുതിയാണ് ഇവൾമാര് വന്നത്. പക്ഷെ യാങ്ഷി പറയും, അതെ ഫാമിലി എന്ന് പറഞ്ഞത് ഇവനെയാണ്, ചെന്നിന്റെ അനിയനാണവൻ, ഇവനും അവന്റെ ഫാമിലി തന്നെയല്ലേ എന്ന് ചോദിക്കുവാണ്. ഇവൾമാർക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. സോ വന്ന പ്ലാനുകളൊക്കെ വെറുതെ ആയല്ലോ എന്ന് ചായക്ക് നല്ല വിഷമം വരുന്നുണ്ട്. ഹീറോയിനും, അത് വിട്, ഇപ്പോ അവന്റെ അമ്മ വന്നില്ലെങ്കിൽ എന്താ പ്രശ്നം, ആദ്യം എങ്ങനെയെങ്കിലും അവന്റെ ഫ്രണ്ട് ആകണം, അതിനുള്ള വഴിയാണ് ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞതും, അതിന് ഐഡിയ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ചായ ഓടി വന്ന് അവളുടെ അടുത്തേക്ക് ഇരുന്നിട്ട്, ആദ്യം നീ അവൻ എക്സലന്റ് ആയിട്ടിരിക്കുന്ന ഏരിയയിൽ അവനെ ബീറ്റ് ചെയ്യണം. 2 അറിയാത്ത കാര്യങ്ങള് കുറച്ച് ഹമ്പിൾ ആയിട്ട് നീ അവന് പറഞ്ഞു കൊടുക്കണം. 3 എന്ന് പറഞ്ഞിട്ട് ചെവിയിൽ എന്തോ വലിയ മാസ്റ്റർ പ്ലാൻ ഒക്കെ പറയുന്നുണ്ട്. ഇതങ്ങോട്ട് കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി,
താനേ അവൻ നിന്റെ ഫ്രണ്ട് ആയിക്കോളൂ എന്ന് ചായ് പറയും. പറഞ്ഞ പോലെ തന്നെ അവൾക്ക് ഒരു അവസരവും വീണ് കിട്ടുന്നുണ്ട്. ഹോട്ടലിൽ കുറച്ച് മലയ്ക്ക് മുകളിലായോണ്ട് അവിടെ സ്പ്രിംഗ് വാട്ടറെ കിട്ടൂ, നല്ല വാട്ടർ കിട്ടില്ല. അങ്ങനെ നല്ല വാട്ടർ കിട്ടണമെങ്കിൽ കുറച്ച് ട്രാവൽ ചെയ്ത് പോയി അത് വാങ്ങണം. അതിന് പോകുന്നത് ഇവര് രണ്ടുപേരുമാണ്. പോയി ജയിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചായ അവളെ പറഞ്ഞയക്കുന്നുണ്ട്. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ഹീറോയുടെ കയ്യിൽ നിന്ന് ചാർജർ വാങ്ങിയിട്ട് ഫസ്റ്റ് അവന്റെ വീക്ക്നെസ്സിൽ കയറി പിടിച്ച് അവിടെ നമ്മൾ ഷൈൻ ചെയ്യണം. അങ്ങനെ നോക്കിയാല് അവന് മൂവീസ് ഒക്കെ വളരെ ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട ഡയറക്ടർ ഇതാണ്. ആക്ച്വലി ചെൻ, ഞാൻ ഇവരുടെ പടങ്ങളൊക്കെ നിറയെ കാണാറുണ്ട്. എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ് അതൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അറിയുന്നതും അറിയാത്തതും വിക്കിപീഡിയ നോക്കി എടുത്തതൊക്കെ അവള് തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നീ പറയുന്ന അത്രയ്ക്കും ഹൈപ്പ് അതിനില്ലെന്ന് പറഞ്ഞതും അവളാകെ പ്ലിങ് ആയി പോകുന്നുണ്ട്. ഇനി ചായ് പറയുന്ന ഐഡിയാസ് ഒന്നും കേട്ടു പോകരുതെന്ന് അവള് മനസ്സിൽ തന്നെ അവളെ ചീത്ത പറയുന്നുണ്ട്. ഇതാ മാപ്പ് നോക്കി പോകേണ്ട ഏരിയ എത്തിയോ എന്ന് നോക്കി പറയുന്ന അവൾക്ക് കൊടുക്കും. പാസ്വേഡ് ചോദിക്കുമ്പോൾ 1111 ആണെന്ന് പറയും. നിന്റെ ബർത്ത്ഡേ ഇടാമായിരുന്നില്ലേ എന്ന് ചോദിച്ചാല് എന്റെ ബർത്ത്ഡേ തന്നെയാണ് ഇട്ടിരിക്കുന്നതെന്ന് ഹീറോ പറയും. ശരി, മാപ്പ് ഓണാക്കി ലൊക്കേഷനും കറക്റ്റ് ചെയ്ത് അവള് വെക്കുന്നുണ്ട്. എന്നിട്ട് നീ പറഞ്ഞ ഐഡിയ കുളം ഐഡിയ എന്ന് ചായക്ക് മെസ്സേജ് അയക്കുവാണ്. എന്നാ നീ അവന്റെ ഗേൾഫ്രണ്ട് ആവാൻ നോക്ക്. ഗേൾഫ്രണ്ട് ആയാലേ എന്തായാലും അമ്മയെ മീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇനി അവന് ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിലോ, എന്നാ നീ അവന്റെ അച്ഛന്റെ ഗേൾഫ്രണ്ട് ആകെ. അപ്പോ നീ എവിടെയാണെങ്കിലും അവര് തേടി പിടിച്ച് നിന്നെ കാണാൻ വരുമോ എന്ന് പറഞ്ഞ് അവള് കളിയാക്കാൻ തുടങ്ങി. നിന്നെ ഞാനിന്ന് വെച്ചിട്ട് പോടിയെന്ന് ഹീറോയിന് നല്ല ടെൻഷൻ ആകുന്നുണ്ട്. ചെൻ, നിനക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാല് അവൻ ഇല്ലെന്ന് പറയും. അപ്പൊ അവന്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അന്ന് പ്രപ്പോസ് ചെയ്ത പെണ്ണില്ലേ, ആ പെണ്ണ് നീ എവിടെയാ ചെൻ, എനിക്ക് നിന്നെ വളരെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ചെയ്തിരിക്കുവാണ്. ഇത് കണ്ട ഹീറോയും അവൾ എന്റെ ഗേൾഫ്രണ്ട് അല്ല എന്ന് പറയും. അവന്റെ ഫോണിൽ വാൾപേപ്പർ കണ്ടതും നന്നായിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കും. അത് കളിക്കുമ്പോൾ എടുത്തതാന്ന് പറയുമ്പോ കളിക്കുമ്പോൾ എടുത്തതോ എന്ന് ഹീറോയിൻ എന്തോ ആലോചിക്കുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഹീറോ ബാസ്കറ്റ് ബോൾ കളിക്കും. ബാസ്കറ്റ് ബോളിൽ അവൻ അത്യാവശ്യം ഫേമസ് ഒക്കെയാണ്. ബ്രേക്ക് ടൈം വിട്ടപ്പോ ഒരു സാറ് ഒരു കുപ്പി വെള്ളം ഇവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ദാ അവിടെ നിൽക്കുന്ന സാറിന് കൊണ്ടുപോയി കൊടുക്കാൻ പറയും. ഇവൾ അവിടെയുള്ള തിക്കിലും തിരക്കിലും തിക്കി പോയി കൈയെത്തിച്ച് പിടിച്ച് കൊടുക്കാൻ നോക്കിയാല് ഹീറോയാണ് ആ കുപ്പി വാങ്ങുന്നത്. അവൻ കുടിച്ചിട്ട് ഇവൾക്ക് തിരികെ കൊടുത്തിട്ട് താങ്ക്സ് പറയും. അപ്പോ ഇവര് മുന്നേ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓ, അവനാണോ നീ? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെ ഹീറോയുടെ മനസ്സില് ഇവൾ എന്നോട് നന്നായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. എന്നെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണോ ട്രൈ ചെയ്യുന്നതെന്ന് ഹീറോയ്ക്ക് ഇപ്പോൾ ഡൗട്ട് ആകുന്നുണ്ട്. കട്ട് ചെയ്താലേ എത്തേണ്ട പ്ലേസ് എത്തി. വാട്ടറൊക്കെ വാങ്ങിച്ച് വണ്ടിയിലേക്ക് കയറ്റുമ്പോ ഹീറോയുടെ അനിയൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ഹീറോയിനെ കണ്ടത് ഉടനെ ജിങ്ഷി, എന്റെ ബ്രദറിനെ നിനക്ക് ഡേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് വരുമ്പോ ഫ്രൈഡ് ചിക്കൻ വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറയും. ഉടനെ ഹീറോ കോള് കട്ട് ചെയ്ത് വിടുവാണ്. അവനെ മൈൻഡ് ചെയ്യേണ്ട, അവൻ ഇങ്ങനെ എപ്പോഴും എന്തിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. ഇറ്റ്സ് ഓക്കെ. ഇവിടെ അടുത്ത് തന്നെ കടയുണ്ടല്ലോ, അനിയൻ ചോദിച്ചതല്ലേ, വാങ്ങിക്കൊടുത്തൂടെ വാ എന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടു പോകുവാണ്. ശരിക്കും ഇവൾ എന്റെ ഗേൾഫ്രണ്ട് ആകാൻ നോക്കുവാണോ എന്ന് പിന്നാലെ അവനും പോകുന്നുണ്ട്. അവനെ ഏത് ഫ്ലേവറാ ഇഷ്ടമെന്ന് മെനു നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ പിള്ളേർ അവിടെ ഇവിടെ ആയിട്ട് ഓടിക്കളിക്കുന്നുണ്ട്. പെട്ടെന്ന് പിള്ളേര് ഇവരുടെ ഇടയിലേക്ക് വന്നതും ഹീറോ അവളെ ചേർത്ത് പിടിക്കുവാണ്. കുറച്ച് ക്ലോസ് ആയതും രണ്ടുപേർക്ക് എന്തോ പോലെ ഫീൽ ആകുന്നുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് ടാൻ കാണുന്നുണ്ട്. ഇവനിപ്പോ ഇത് എവിടെന്നാ വന്നതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഹീറോയിൻ നീ ഓർഡർ ചെയ്യ്, ഞാൻ വരാമെന്ന് പറഞ്ഞ് ടാനിന്റെ അടുത്തേക്ക് വരുമ്പോ അവനും കുറച്ച് ഇറിറ്റേറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എന്തിനാ നീ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാല് പിന്നെ എങ്ങനെ നിന്നോട് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്റെ ഹൈസ്കൂളിലെ മാർക്ക് വളരെ കുറവായതുകൊണ്ട് ഞാൻ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയപ്പോ നീയാണ് എന്നെ ചീർ ചെയ്തത്. നീ എന്നോട് പറഞ്ഞ ചില വാക്കുകളാണ് എനിക്ക് ജീവൻ തന്നത്. നമ്മുടെ തോട്ട്സ് കാരണമാണ് നമ്മൾ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. തോട്ട്സ് മാറ്റി പുറത്തേക്ക് വായെന്ന് നീയാണ് അങ്ങനെയൊക്കെ പറഞ്ഞതും. പക്ഷേ ഇപ്പോ നീ തന്നെയാണോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്ന് അവള് ചോദിച്ചതും അത് ഞാൻ പറഞ്ഞതല്ല, ബുക്കിൽ കണ്ട് വായിച്ചതാ. അല്ല, എന്തിനാ നീ എപ്പോഴും എന്നെ കാണുമ്പോ ഇങ്ങനെ പഠിപ്പിക്കാൻ നോക്കുന്നേ? ഫെയിൽ ആയത് ഞാനാണ്. ഒരു വിന്നറായി എന്ന് കരുതി നീ അതിന്റെ ഷോ ഓഫ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇമോഷണലി നീ വളരെ സ്റ്റേബിൾ ആണ്. കാരണം നീ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അവരെങ്ങനെയാ ചിന്തിക്കുന്നത് എന്ന് പോലും നീ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞതും ഹീറോയെ തിരിഞ്ഞു നോക്കുമ്പോ രണ്ട് കുട്ടികളായിട്ട് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. എന്തായാലും നീ എല്ലാം അവന്റെ അടുത്ത് പറഞ്ഞു കാണുമല്ലോ. ഇനി മേലാൽ ദൈവത്തെ ഓർത്ത് എന്നെ കാണാൻ വരരുത്. ഞാൻ ഫെയിൽ ആയവനാണല്ലോ. എന്നേക്കാൾ ബെറ്ററായ ഒരുത്തനെ നീ പിടിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണോ നമ്മുടെ പാസ്റ്റ് നീ ഓർക്കുക പോലും ചെയ്യാത്തേന്ന് അവൻ ചോദിച്ചതും ഇതൊക്കെ കേട്ട് നമ്മുടെ ഹീറോയിന് നല്ല പോലെ ദേഷ്യം വരുന്നുണ്ട്. ഞാനാണ് നമ്മൾ റിലേഷൻഷിപ്പിലാണെന്ന് കരുതി നിന്നോട് സംസാരിച്ചതും ഹെൽപ്പ് ചെയ്തതും. അങ്ങനെ കരുതിയാ ഞാൻ നിന്നോട് കൂടുതൽ അടുത്തതെന്ന് പറഞ്ഞതും നന്ദിക്ക് വേണ്ടി ഞാൻ നിന്നെ ലവ് ചെയ്യണമെന്നാണോ നീ പറയുന്നതെന്ന് ഹീറോയിൻ ചോദിക്കും. ഇല്ല, ഞാനാണ് ഓവർ തിങ്ക് ചെയ്തത്. നീ മറ്റുള്ളവരെ പോലെയല്ല, ഡിഫറെന്റ് ആയിരിക്കും എന്ന് വിചാരിച്ച് ഓക്കെ എന്ന് പറഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. ഇപ്പോ ഡിപ്രഷനിലേക്ക് മാറിയത് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ടാൻ പറഞ്ഞതും ഇത് കേട്ട ഹീറോയിന് ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് ശരിക്കും ഇപ്പോൾ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അത് എന്റെ അടുത്തല്ല തീർക്കേണ്ടത്, പോയി ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞിട്ട് അവളും പോകുവാണ്. ടാനും ദേഷ്യത്തിൽ നടന്നു പോയി. ഹീറോയിൻ തിരികെ വരുമ്പോ അപ്പോൾ ഹീറോയുടെ അടുത്ത് വന്ന ഒരു കുട്ടി പെണ്ണ് മിഠായി കഴിക്കുന്നത് കാണുവാണ്.
എന്താ നീ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് നിന്നാണോ മിഠായി വാങ്ങി കഴിക്കുന്നേ? നിന്റെ അച്ഛനും അമ്മയൊക്കെ എവിടെ? ഇവൻ ഇനി ബാഡ് ബോയ് ആണെങ്കിലോ, നിനക്ക് എന്തെങ്കിലും കലർത്തി തന്ന് നിന്നെ തട്ടിക്കൊണ്ടു പോകാനാണെങ്കിലോ എന്ന് പറഞ്ഞതും ഇത് കേട്ട കൊച്ച് എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഓടിക്കളയാണ്. എന്താ നിങ്ങൾ വഴക്കുണ്ടാക്കിയോന്ന് ഹീറോ ചോദിച്ചാല്, ഇല്ല, ഇനി മുതല് എന്നെ കാണാൻ വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്റെ ലൈഫിൽ തലയിടരുതെന്ന് പറഞ്ഞ് അവനെ പേടിപ്പിച്ച് വിട്ടിട്ടുണ്ടെന്ന് ഹീറോയിൻ പറയുവാണ്. ഓക്കെ, നിനക്ക് മനസ്സ് തുറന്ന് സംസാരിക്കണമെങ്കിൽ എന്നോട് സംസാരിക്കാമെന്ന് അവൻ പറഞ്ഞതും, ഇല്ല, നമുക്ക് വേഗം കഴിച്ചിട്ട് വേഗം തന്നെ ഹോട്ടലിലേക്ക് പോകണം. നിന്റെ അനിയൻ വേറെ എന്തെങ്കിലും ഒപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞതും, എന്റെ അനിയനെ നീ അത്ര നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ എന്ന് അവൻ ചോദിക്കുവാണ്. എന്റെ മുത്തശ്ശിയെ പോലെ തന്നെ അവനും, അതുകൊണ്ട് എനിക്ക് നല്ലപോലെ മനസ്സിലായി. അല്ല, നീ അവന്റെ കയ്യിൽ നിന്ന് ക്യാഷ് ഒക്കെ വാങ്ങിയിട്ടാണോ ഇങ്ങോട്ട് വന്നത്? നിന്റെ കയ്യിൽ അത്രയ്ക്കും ക്യാഷ് കുറവാണോ? നിനക്ക് അത്രയ്ക്കും ക്യാഷ് ഇല്ലേ എന്ന് ചോദിച്ചാല്, അങ്ങനെയല്ല, ഫിനാൻഷ്യലി ഞാൻ കുറച്ച് ഇൻഡിപെൻഡന്റ് ആകണം എന്നാ വിചാരിക്കുന്നേ, അത്രേ ഉള്ളൂ എന്ന് ഹീറോ പറയുവാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ വി ചാറ്റിൽ എന്നെ ആഡ് ചെയ്യുമെന്ന് പറയുവാണ്. ഇത് കേട്ട ഹീറോ, ഇപ്പോഴല്ലേ ഇവള് ബ്രേക്കപ്പ് ആയത്, ഇവളെ കൊണ്ട് വെയിറ്റ് ചെയ്യാനേ പറ്റത്തില്ലേ, ബോയ് ഫ്രണ്ട് ഇല്ലാതെ പറ്റാത്ത പോലെ ഉണ്ടല്ലോ എന്ന് ഹീറോയ്ക്ക് ഷോക്ക് ആകുന്നുണ്ട്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകണം എന്നല്ലേ പറഞ്ഞത്? എനിക്കറിയാവുന്ന കുറച്ച് ജോബ് ഓഫേഴ്സ് ഉണ്ട്, അതിന് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയാ. തന്നോളൂ, താ എന്ന് പറഞ്ഞ് അവള് ചോദിച്ചു വാങ്ങിയതും വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് അവനും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വഴിയെ അവൾക്ക് അവന്റെ വി ചാറ്റും നമ്പറും കിട്ടിക്കഴിഞ്ഞു. ഇനി അവനെ വളയ്ക്കാൻ എന്തൊക്കെയാണ് അവള് ചെയ്യാൻ പോകുന്നത്? ലാസ്റ്റ് അവൾക്ക് അവന്റെ അമ്മയെ കാണാൻ പറ്റിയോ എന്നതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടർച്ചയായിട്ട് കണ്ടു തീർക്കാം. സോ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.